ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ദേവിയെ കുറിച്ച് എന്തറിയാം? അമ്മയുടെ ഈ ദേവി മോളെ എന്ന് വിളിച്ചു നടക്കുന്ന ഇവളെ കുറിച്ച് അമ്മയ്ക്ക് എന്തറിയാം? ഇവളെ പഠിച്ചത് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മീനാക്ഷി പറയുന്നുണ്ട്, MA ലിറ്ററേച്ചർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഏടത്തി. അപ്പോൾ ആ സമയത്ത് മീനാക്ഷി കേക്ക് എന്നാലും ഇവളെ ആകെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ്. 10ാം ക്ലാസ്സോ എന്ന് ചോദിച്ച് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. അപ്പൊ മീനാക്ഷി പറയുകയാണ്, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിത്ര അവിടെ നിന്ന് പറയുകയാണ്, അല്ല 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടാണോ ഏട്ടത്തി സ്കൂളിൽ ടീച്ചറായിട്ടും അതുപോലെ തന്നെ IT കമ്പനിയിൽ ജോലിക്കൊക്കെ പോയത് എന്ന് ചോദിക്കുന്ന സമയത്തും മിത്രേ, നീ അത് ചോദിക്കണം, അത് നല്ലൊരു ചോദ്യമാണ്, അതിനുത്തരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് പറയുകയാണ്, അതെ ഇവള് സ്കൂളിൽ പോയിരുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് അച്ഛന്റെ നിർബന്ധത്തിന് അച്ഛൻ ജോലി ശരിയാക്കി കൊടുത്തതല്ലേ. പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പൾ ഇവളോട് പലവട്ടമായി ഇവള് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. പക്ഷെ ഇവളേൽ എവിടുന്ന സർട്ടിഫിക്കറ്റ്? ഇവളേൽ 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്ക് MA ലിറ്ററേച്ചറിന്റെ സർട്ടിഫിക്കറ്റ് ഇവളേൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോരുകയാണ് ചെയ്തത്. എന്നിട്ട് അവള് നമ്മളെല്ലാം വിശ്വസിപ്പിച്ചു ഒരു IT കമ്പനിയിൽ ജോലി അവൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനും അതിൽ ഒരുപാട് സന്തോഷിച്ചു. ഞാൻ അവിടെ ഒരു IT കമ്പനിയുടെ മുന്നിൽ ഞാൻ ഇവളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഇവളോട് പലപ്പോഴും പറഞ്ഞിരുന്നു, അകത്ത് പോയി എന്നെയും കൂടി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്ത് എന്ന് പറയുമ്പോൾ അതൊന്നും അവൾ എന്നോട് ചെയ്തില്ല. പല ദിവസങ്ങളിലും എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് കെട്ടിക്കൊടുത്ത ചോറുമായിട്ട് ഇവിടെ നിന്ന് അവള് പോകും. എന്നിട്ട് പാർക്കിലും ബീച്ചിലും മറ്റുള്ള സ്ഥലത്തും കുറച്ച് ദിവസം അങ്ങനെ പോയി വൈകുന്നേരമാകുമ്പോൾ അവൾ തിരിച്ചു വന്നു. പക്ഷെ അധികം അതിന് നിൽക്കാതെ അവള് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പിഴ ഇവൾക്ക് പറ്റിയത് കൊണ്ടാണ് ഞാൻ ഇവളെ കുറിച്ച് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയത് എന്നും കൂടി ആനന്ദ് പറയുകയാണ്. അത് ഇവള് അടുത്തുള്ളൊരു ഹോട്ടലിൽ അവിടെ ജോലിക്ക് പോയി അവളിവിടെ അത് കേൾക്കണോ നിങ്ങൾക്ക്? ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഫർണിച്ചറൊക്കെ എടുത്തിട്ട് ഒരു നല്ലൊരു മീൽ കഴിക്കാമെന്ന് കരുതി അവിടെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ടേബിളിൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുന്ന ആ പെണ്ണിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുകയാണ്. അതാരാണെന്നറിയോ അമ്മയ്ക്ക്? ഈ നിൽക്കുന്ന അമ്മയുടെ ദേവി മോളായിരുന്നു. അവൾ അവിടെ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുവരെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിരിക്കുകയായിരുന്നു, ദേവിയെ പോലെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നും. എന്നിട്ട് ആ സമയം എൻ്റെ ഫ്രണ്ടിന്റെ മുന്നിൽ ഞാൻ ആകെ നാണം കെട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇവളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. പിന്നെ അപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇവള് പറയുകയാണ്, അതെ ജോലിയുടെ അടിസ്ഥാനത്തിലല്ല ഒരാളെ വിലയിരുത്തേണ്ടത്, ജോലി എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ കിട്ടിയെന്നിരിക്കില്ല ആനന്ദേട്ട എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ് മീനാക്ഷി പറഞ്ഞത്, പക്ഷേ ഇവളെ കുറിച്ച് ഇനിയും അറിയാനുണ്ട്. പിന്നെ അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട്, അല്ല എന്തിനിപ്പോ ഏട്ടത്തി ഹോട്ടലിലേക്ക് ജോലിക്ക് പോകുന്നത്? ഏട്ടത്തിക്ക് ഉദയഭാനു സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് സ്വന്തമായി തന്നെ ഒരു ബിസിനസ് നടത്താനുള്ള സെറ്റപ്പ് ആക്കി തരില്ലേ? ഏട്ടത്തി എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഉദയഭാനു സാറുണ്ടല്ലോ, ഉദയഭാനു സാറിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഇതാ എൻ്റെ കയ്യിൽ ചില തെളിവുകളും കൂടിയുണ്ട്, അത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മുടെ ആനന്ദ് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദയഭാനു ഇവിടുന്ന് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പൈസ കാക്കുന്ന കാഴ്ചയാണ് അതിൽ വീഡിയോയിൽ കാണുന്നത്. അത് കണ്ട് നമ്മുടെ ദേവി ആകെ ഞെട്ടിപ്പോകാണ്. ദേവി ആ സമയത്താണ് സത്യം അറിയുന്നത് പോലും. എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇതാണ് ഇയാളുടെ സ്വഭാവം. പിന്നെ ഇതിനു മുമ്പ് 25,000 രൂപ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ധർമ്മമാമിനെ കുറ്റപ്പെടുത്തി, ധർമ്മമാമിനെ എല്ലാവരും സംശയിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അപ്പൊ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ആദ്യം എൻ്റെ സംശയം ഇവളായിരിക്കും അത് എടുത്തു എന്നതായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അതാരാണെന്ന് കണ്ടെത്താനുള്ള തന്ത്രപ്പാടിൽ ഞാൻ ആരും അറിയാതെ നമ്മുടെ കടയിലൊരു ക്യാമറ കൊണ്ട് പിടിപ്പിച്ചായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ഈ തെളിവുകൾ കിട്ടിയത്. അപ്പൊ എനിക്ക് വ്യക്തമായി മനസ്സിലായി അത് അയാളാണ് കട്ടതെന്നുള്ളതും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇപ്പൊ എല്ലാവരെയും ഈ സത്യം അറിയിക്കാമെന്ന് ഞാൻ കരുതിയത് എന്നും കൂടി നമ്മുടെ ആനന്ദ് പറയുകയാണ്. ഭാനു എന്ന് പറയുന്ന കോടീശ്വരനൊന്നല്ല. അയാൾക്ക് എന്താണ് പറഞ്ഞത്? ഉഗാണ്ടയിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ബിസിനസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് ഒരു ബിസിനസ്സും ഇല്ല. അച്ഛൻ കേൾക്കണം, ഇവര് താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഇവർക്ക് ഒരു നയാ പൈസയ്ക്കുള്ള ഗതിയില്ല. വളരെ മോശം അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് അച്ഛാ, ഞാൻ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ മനസ്സിൽ ഇത് കൊണ്ടു നടന്ന് എനിക്ക് ഇനി സഹിക്കാൻ പറ്റാത്ത അപ്പുറമായപ്പോഴാണ് ഞാൻ ഇപ്പം ഇതൊക്കെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞില്ലേ
ഇവളെൻ്റെ കുഞ്ഞിനെ കളഞ്ഞു എന്ന്. ഇവളെൻ്റെ കുഞ്ഞിനെ മാത്രമല്ല ഇല്ലാതാക്കി, എൻ്റെ ജീവിതം, എൻ്റെ സമാധാനം എല്ലാതും ഇവൾ ഇല്ലാതാക്കി, ഇവളും ഇവളുടെ അച്ഛനും ചേർന്ന്. അതാണ് ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം എന്നിങ്ങനെ നമ്മുടെ ആനന്ദ് അങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇല്ല ഒരിക്കലും ഇവളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, ഇവളെ എത്രയ്ക്കോ നുണ പറഞ്ഞ് ഇവിടെ പിടിച്ചു നിന്നത് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കണം. അപ്പം ആ സമയത്ത് ഇവന് ആര്യന് ചെറിയൊരു സംശയമുണ്ട്. ആര്യൻ ഇങ്ങനെ തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാലനായാലും അയാളെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ പോയിട്ടും അവിടെയും ബാലനും ചതിക്കപ്പെടുകയാണല്ലോ ചെയ്തത്. ബാലനും തലകുമ്പിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാ വിവരങ്ങളും അറിഞ്ഞതിന് ശേഷം ഗോമതി ദേവിയുടെ അരികിലേക്ക് വന്നിട്ട് പറയാണ്, ദേവി നീ സ്വത്തുള്ളതോ അല്ലെങ്കിൽ പണക്കാരി പെണ്ണോ ഒന്നും ആയതുകൊണ്ടല്ല, എനിക്ക് ഈ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നോടായിരുന്നു. ഞാൻ നിന്നെ ഒരു സ്വന്തം മകളെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ ദേവി എന്ന്. ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഞാൻ ഒരു ചതി പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ആനന്ദ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആനന്ദിന്റെ അരികിലേക്ക് ബാലൻ വരുന്നുണ്ട്. ബാലൻ പറയാണ്, മോനെ എന്ന് വിളിക്കുകയാണ്. അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആനന്ദ്. എന്തായാലും നമ്മുടെ ദേവി ആകെ പെട്ട രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് അടുത്ത എന്ന് പറയുന്നത് ദേവിയുടെ അച്ഛനെയും അമ്മയെയും അവിടേക്ക് വിളിച്ചു വരുത്തുമ്പോഴും ഈ പറയുന്ന ഉദയഭാനു സാറ് വലിയ അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അവരെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിഞ്ഞു എന്ന് അവർ അറിയാതെ അവിടെ വന്ന് വലിയൊരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ആ പ്രകടനങ്ങളെല്ലാം പൊളിച്ചു കൊടുത്ത് കയ്യിൽ കൊടുക്കുന്ന ഭാഗവും അതുപോലെ തന്നെ അവരെ 3 പേരെയും ആ വീട്ടിൽ നിന്ന് ഗോമതി തന്നെ ദേവി അടിച്ചിറക്കി വാതിലടക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.